നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഞാൻ ഇന്ന് പറയുന്നത് ഭരണിയും പൂരവും പൂരാട നക്ഷത്രത്തിൻ്റെ എന്തൊക്കെയാണ് പ്രശ്ന പരിഹാരങ്ങൾ, അല്ലെ എന്തൊക്കെയാണ് അവർക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ, അതിൻ്റെ എന്തൊക്കെ മുൻകരുതൽ അവർക്ക് എടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പം ഈ ഭരണിയും പൂരവും പൂരാടം എന്ന് പറയുന്ന നക്ഷത്രം ശുക്രദശയാണ് അവർക്ക് ജനിക്കുന്ന ആദ്യ ദശ, ജന്മദശ എന്ന് പറയും. ഭരണിയും പൂരവും പൂരാടവും ശുക്രദശ ജനിക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ ആദ്യ ദശ ശുക്രദശയാണ്, ജന്മദശ എന്ന് പറയും. അപ്പം ഒരു കാലത്തും സുഖങ്ങൾ ഇവരെ വിട്ടുപോവുകയില്ല. അതാണ് ആ നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖവും സന്തുഷ്ടിയും സന്തോഷത്തിൻ്റെ ഒക്കെയും കാരകനാണ് ശുക്രൻ. ശുക്രനെ സുഖിക്കാത്തവരില്ല, ആദിത്യനിൽ അലയാത്തവരും ഇല്ല എന്നാണ് ചൊല്ല്. അപ്പോൾ ആ ശുക്രദശയിലെ എല്ലാ സുഖങ്ങളും ഇവരെ വിട്ടൊഴിയത്തില്ല. കാരണം ജനിക്കുന്നത് തന്നെ ശുക്രനിലാണ്. പിന്നെ പാദ വ്യത്യാസം കൊണ്ട് മാറ്റങ്ങൾ വരാം. 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം, അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ പല വീഡിയോയിലും. അപ്പോൾ ആദ്യ ദിശയാണ് മുഴുവനായിട്ട് കിട്ടും 1-ാം പാദമാണെങ്കിൽ. 2-ാം പാദമാണെങ്കിലും ഒരു പകുതിയെങ്കിലും കിട്ടും. 3-ഉം 4-ഉം ഒക്കെ ദശകളാകുമ്പോഴാണ് കുറഞ്ഞ് ആ ശുക്രൻ്റെ അവസ്ഥകൾ വരുന്നത്. അപ്പം ആ ഒരു നന്മയും സുഖങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞില്ല ഇവരെ വിട്ടുപോവുകയില്ലെന്ന്. അപ്പം പക്ഷേ എങ്കിലും ആ ശുക്രൻ്റെ ആ അവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അലച്ചിലിൻ്റെ ഒരു കാലഘട്ടമാണ് വരുന്നത്. അല്ലലും അലച്ചിലും ഒക്കെയും വരുന്നുണ്ട്. ജീവിതം മിക്കവാറും ഒരു 19-20 വയസ്സോടുകൂടി ഇവരുടെ വിവാഹം നടക്കും. മിക്കതും അങ്ങനെ തന്നെയാണ്. മിക്കവർക്കും പ്രണയ വിവാഹങ്ങൾ തന്നെയായിരിക്കും മുൻതൂക്കമായിട്ട് വരുന്നത്. പ്രണയ വിവാഹമായിരിക്കും കൂടുതലായും കണ്ടുവരുന്നത്. അറേഞ്ച് മാരേജും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കൂടുതലായും പ്രണയ വിവാഹങ്ങളായിരിക്കില്ല, പ്രണയം അനുചിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർക്ക് വിവാഹത്തിന് അവസരം വരുന്നത്. പക്ഷെ കൂടുതലും ഒരു 27 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹിതരാകുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും നല്ലത്. കാര്യം അല്ലെ ഇവരുടെ വിവാഹത്തിൽ പലർക്കും ആ ശുക്രദശ കഴിഞ്ഞിട്ടുള്ള വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അസ്വസ്ഥതകളൊക്കെ വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അസ്വസ്ഥതകളും കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇവർക്ക് തരണം ചെയ്യാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. മിക്കവാറും ചെല്ലുന്ന വീടുകളിൽ അസ്വസ്ഥമായ അന്തരീക്ഷമായിരിക്കും. ആദ്യകാലത്തൊക്കെ ഒരു വളരെ സ്വച്ഛമായ ഒരു അന്തരീക്ഷമായിരിക്കും. പിന്നെ പോകെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും ഓരോ അസ്വസ്ഥതകളും അങ്ങനെയൊക്കെ ഇവർക്ക് ചെല്ലുന്ന ഭവനത്തിൽ ഇവർക്ക് വരുന്നതായി കണ്ടുവരാറുണ്ട് ഈ ഭരണിയും പൂരവും പൂരാട നക്ഷത്രക്കാർക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവരെ വിവാഹ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പിന്നെ അനുയോജ്യമായ വിവാഹങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് പൊരുത്തം നോക്കി തന്നെ വേണം ഇവർക്ക് വിവാഹത്തിന് അനുയോജ്യമായിട്ട് എടുക്കാൻ. കാരണം അവർക്ക് ഇപ്പം ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ഭരണി നക്ഷത്രത്തിൻ്റെ ഞാൻ പൊരുത്തം സ്ത്രീ വിവാഹ പൊരുത്തം ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണേണ്ടതാണ്. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിൽ ഞാനത് പറയുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, വിവാഹത്തിന് പൊരുത്തങ്ങൾ പറയുന്നുണ്ട്, ഏതൊക്കെ നക്ഷത്രം നമുക്ക് വിവാഹത്തിന് സ്വീകരിക്കാമെന്ന്. അപ്പോൾ ആ ഭരണി നക്ഷത്രത്തിൻ്റെ അനുജന്മ നക്ഷത്രം ഒരേ നക്ഷത്രം തന്നെ തിരഞ്ഞെടുക്കരുത് വിവാഹത്തിന്. ഭരണിക്കാരെ തന്നെ തിരഞ്ഞെടുക്കരുത്. അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ യമനാണ് ഇവരുടെ ജന്മകാരകൻ. യമൻ ദേവത ഇവരുടെ മുൻപുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർക്ക് വിവാഹത്തിന്. പിന്നെ അസ്വസ്ഥമായ കുടുംബാന്തരീക്ഷത്തെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഭർത്താവുമായിട്ട് മിക്കവാറും ഒരു ഇണക്കങ്ങളും പിണക്കങ്ങളും ഏറ്റക്കുറച്ചിലും ഇങ്ങനെയൊക്കെയും ആയിരിക്കും ഇവരുടെ വിവാഹ ജീവിതം. ഈ ശുക്രദശ ജനിച്ചവരാണെന്ന് പറഞ്ഞാൽ ഈ ഭരണിയും പൂരവും പൂരാട നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ മിക്കവാറും അസ്വസ്ഥതകൾ വരും. പിന്നെ ചെറുപ്പകാലങ്ങളിൽ തന്നെ ഇവർക്ക് അസ്വസ്ഥമായ ഒരു കുടുംബാന്തരീക്ഷത്തിലെ കുട്ടികൾ തന്നെയായിരിക്കും. ഒരു മാതാപിതാക്കളുടെ അസ്വസ്ഥത, മാതാപിതാക്കളുടെ സ്വരച്ചേർച്ചയില്ലായ്മ, അല്ലെ ബന്ധുക്കളുടെ ഒരു സപ്പോർട്ടില്ലായ്മ, അങ്ങനെയൊക്കെ ഒരു ഇൻസ്റ്റേബിളായിട്ടൊരു ശുക്രദശ ജനിക്കുന്നവരൊക്കെയാണ് കാര്യം ശരിയാണ്. പക്ഷെ എന്നാൽ ഇവർക്ക് അസ്വസ്ഥമായ ഒരു അന്തരീക്ഷം സംജാതമാകുന്നതായിട്ട് കാണ്ടുവരാറുണ്ട്. എന്നാൽ ഇവരുടെ ഈ ജന്മദശയിൽ ഈ ശുക്രനുള്ള ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നന്മ വരുന്നുണ്ട്. കാരണം ആ സമയത്ത് ഒരു വസ്തു വാങ്ങും, വീട് വയ്ക്കും, അല്ലെങ്കിൽ അവർക്ക് ഓരോ മാതാപിതാക്കൾക്ക് ഓരോ നന്മയുടെ വശങ്ങൾ, സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാകും, അവർക്ക് എന്തെങ്കിലും ജോലി സ്ഥിരമായി ലഭിക്കും. അങ്ങനെയൊക്കെ ഈ മാതാപിതാക്കൾക്ക് ഇവരുടെ ഈ ശുക്രദശ മൂലം നന്മ ലഭിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഈ ഭരണിയും പൂരവും പൂരാടവും. അപ്പോൾ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പം അതിന് ഈ 3 നക്ഷത്രത്തിനും അങ്ങനെ തന്നെയാണ്. ഒരേ ദശയിലാണ് അവർ കടന്നു പോകുന്നത്, ഭരണിയും പൂരവും പൂരാടവും. അപ്പം അതിൻ്റെ സഹോദര നക്ഷത്രങ്ങൾ എന്ന് പറയും, അല്ലെ അനുജന്മ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു നക്ഷത്രം ഭരണിയുടെ അനുജന്മ നക്ഷത്രങ്ങളാണ് പൂരവും പൂരാടവും.
അപ്പം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ, അല്ലെ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ദേവീക്ഷേത്രത്തിൽ, ഭഗവതി ക്ഷേത്രത്തിൽ നിങ്ങൾ ഭദ്രയ്ക്ക് വിളക്കി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെ ജന്മദേശത്ത്, നമ്മുടെ മാതാവിൻ്റെ, നമ്മളെ പ്രസവിച്ച അമ്മയുടെ ജന്മദേശത്ത് നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് ആ ദേവിക്ക് നമ്മളൊരു എണ്ണവിളക്ക് കൊടുക്കാം, അല്ലെ ചുവന്ന ചിത്തിപ്പൂമാല കൊടുക്കാം. അതോടൊപ്പം തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നമുക്ക് ചെയ്യാം. നമുക്ക് ഇച്ഛയ്ക്കൊത്തുള്ള വഴിപാടുകൾ അവിടെ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ വഴി തെളിഞ്ഞ് കിട്ടുന്നതാണ്. പിന്നെ വിവാഹം വൈകിപ്പോയ കുട്ടികൾക്കാണേലും ഈ കാര്യങ്ങൾ ചെയ്യാം. അവർക്ക് തിങ്കളാഴ്ച തോറും സോമവാരാവ്രതം നമ്മൾ അനുഷ്ഠിക്കാവുന്നതാണ്. തിങ്കളാഴ്ച മത്സ്യമാംസങ്ങൾ വെടിഞ്ഞ് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് സോമവാരാവ്രതം നിങ്ങൾ എടുക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. അനുരൂപനായ വരനെ കിട്ടും. നല്ല സ്വഭാവശുദ്ധിയും ഗുണങ്ങളും ഒക്കെയുള്ള ഭർത്താവിനെ ലഭിക്കാനാണ് ചെയ്യുന്നത്. പിന്നെ ഭർത്താവുള്ളവർ ഇത് ചെയ്യാറുണ്ട്. ദീർഘായുസ്സിന് വേണ്ടി ഈ സോമവാരാവ്രതം സ്ത്രീകൾ അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ 3 നക്ഷത്രക്കാരും അത് വിവാഹത്തിന് വേണ്ടി നിങ്ങൾക്ക് അനുരൂപനായ വരനെ ലഭിക്കാനും നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കുവാനും നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾ മുരുകൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ്. ഷഷ്ടിവ്രതം ആചരിക്കുന്നത് നല്ലതാണ്. മുരുകക്ഷേത്രത്തിൽ പോവുകയും നേർച്ചകളും നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഇച്ഛയ്ക്കൊത്ത വഴിപാടുകളൊക്കെയും ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പിന്നെ ദേവിക്കാണ് കൂടുതലും നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ട ദേവീക്ഷേത്രങ്ങളിൽ. കാരണം ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെയേറെ വേണ്ടവരാണ്. പരമശിവനും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം യമനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് പരമശിവനെ നിങ്ങൾക്ക് ശിവപാർവതി ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ശനിയാഴ്ച തോറും കറുത്ത വസ്ത്രം അണിഞ്ഞ് നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഈ അരയാലിന് 7 പ്രദക്ഷിണം വയ്ക്കുക. ഭഗവാന് ധാര കൊടുക്കുക, വില്ലുപത്രാതിമാല കൊടുക്കുക. അതോടൊപ്പം തന്നെ ഭാഗ്യസൂക്തമോ അല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ള പൂജകളോ അല്ലെങ്കിൽ ഒരു പാൽപ്പായസം ഭഗവാന് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഭാവിക്ക് വളരെ നന്മയ്ക്കും വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പൊങ്കാല ഇടുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക്. അപ്പം ദേവിയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ ശ്രേയസ്കരവും നന്മയുമാണ്. പിന്നെ നിങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ അടുത്തൊന്ന് പോയി തൊഴാം. നിങ്ങൾക്ക് കൊല്ലൂർ മൂകാംബിക അമ്മയുടെ അടുത്തൊന്ന് പോയി നിങ്ങൾക്ക് ഒന്ന് തൊഴാം. കുടുംബസമേതം പോയി ഒന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ എവിടെയൊക്കെ ദേവിയുടെ ക്ഷേത്രം ഉണ്ടോ, 108 ദേവീ സങ്കല്പങ്ങളല്ലേ. അപ്പോൾ എവിടെയെങ്കിലും ആ ദേവീ ക്ഷേത്രങ്ങളിൽ ഞാൻ പ്രധാനമായ ദേവീക്ഷേത്രങ്ങൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചോറ്റാനിക്കരയൊക്കെ പോകാൻ നിങ്ങൾക്ക്, അല്ലെ അങ്ങനെ ദേവീക്ഷേത്രം ഉള്ളിടത്തും അല്ല പരമശിവനും പാർവതി ഒന്നിച്ചുള്ളിടത്തും പോയി നിങ്ങൾക്ക് ഓരോ പൂജകളും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പം നെടുമംഗല്യം ലഭിക്കാനും സുമംഗലിയായിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ തിരുവൈരാണിക്കുളത്ത് ആ ക്ഷേത്രവും വളരെ പ്രസിദ്ധമാണ്. അവിടെയും പോയി നിങ്ങൾക്ക് താലി പൂജിച്ച് പട്ടും താലി സമർപ്പിച്ച് നിങ്ങൾക്ക് വിവാഹം മുടങ്ങിപ്പോയവർക്ക് അത് ചെയ്യാവുന്നതാണ്. പിന്നെ കുട്ടികൾ വൈകിപ്പോയവർക്ക് നിങ്ങൾക്ക് തിരുവൈരാണിക്കുളത്തോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊട്ടി വാങ്ങിക്കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകാൻ വളരെ നല്ലതാണ്. അതുപോലെ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ മണ്ണാറശാല ആയില്യത്തിൽ പങ്കെടുക്കാം. പാമ്പുമേക്കാവിൽ നിങ്ങൾക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് ഓരോ പൂജകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ വർഷത്തെ നിങ്ങൾക്ക് ഇനി ചെയ്യാവുന്ന ഓരോ പരിഹാരങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്തെങ്കിലും മുടങ്ങിപ്പോയ വിവാഹങ്ങളെ, മുടങ്ങിപ്പോയ ജോലിയെ, അല്ലെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ, അസ്വാരസ്യങ്ങൾ അതൊക്കെ മാറാൻ, ദമ്പതികൾ ഒന്നായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ഐക്യമത്യ സൂക്താഞ്ജലി സൂക്തം ചെയ്യാവുന്നതാണ്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും ഭവനത്തിൽ എല്ലാവരുടെയും നാളും പേരും പറഞ്ഞ് ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ഇത് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് വളരെ ശ്രേയസ്കരമാണ്. കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക വളരെ നിങ്ങൾക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ഓം നമ ശിവായ, ഓം നമോ ഭഗവതോ വാസുദേവായ എന്ന് ജപിക്കുന്നത് നല്ലതാണ്. 108 ദുർഗയുടെ നാമം നിങ്ങൾക്ക് ചൊല്ലുന്നത് നല്ലതാണ്. ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ജഗദ്ഗുരു ശങ്കരാചാര്യ എഴുതിയ ലളിതാ സഹസ്രനാമം ത്തിന് നിങ്ങൾക്ക് 45, 47 ശ്ലോകം നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ്. 45 ശ്ലോകം, 47 ശ്ലോകം അത് നിങ്ങൾക്ക് സൗന്ദര്യ ഇതുണ്ട്, സൗന്ദര്യലഹരി. ആ സൗന്ദര്യലഹരിയിലെ 45, 47 അധ്യായം നിങ്ങൾക്ക് ആ ശ്ലോകം ഉരുവിടുന്നത് വളരെ നല്ലതാണ്. ജഗദ്ഗുരു ശങ്കരാചാര്യർ എഴുതിയ സൗന്ദര്യലഹരി. പിന്നെ ലളിതാ സഹസ്രനാമം നിങ്ങൾ ഭവനത്തിലെ പാരായണം ചെയ്ത് നിങ്ങൾക്ക് അത്യുത്തമമാണ്. ഏത് കാര്യത്തിനും ദേവിയമ്മ നിങ്ങൾക്ക് കൂട്ടായിരിക്കും. എല്ലാ തടസ്സങ്ങളും മാറി ഒരു പുതിയ ജീവിതം അല്ലെ പുതിയൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. എന്ത് തരം മനക്ലേശമാണെങ്കിലും മനപ്രയാസമാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു അസ്വാരസ്യങ്ങൾ, അല്ലെ നിങ്ങൾക്ക് എങ്ങൊന്നും ഒരു സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല, ഒറ്റപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഉറക്കക്കുറവ്, ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത്
വളരെ അത്യുത്തമമാണ്. നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് ആ കമൻറ്റ് ബോക്സിൽ എന്നെ ഒന്ന് അറിയിക്കും, അമ്മ അത് പറഞ്ഞ പോലെ ചെയ്തു, ഞങ്ങൾക്ക് അനുഭവം കിട്ടിയെന്ന് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ ഭരണിയും പൂരവും പൂരാട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയും ആചരിക്കുക. അപ്പോൾ അടുത്ത ദിവസം കാർത്തിക, ഉത്രാടം, അതാണ് അടുത്ത പറയേണ്ട നക്ഷത്രം. കാർത്തിക, ഉത്രാടം, ഈ 3 നക്ഷത്രത്തിൻ്റെ പ്രശ്ന പരിഹാരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.